കുറച്ച് പഴക്കമുള്ളതും ഷേപ്പ് കുറവുമായിട്ടുള്ള ഒരു ലിവിങ് റൂമാണിത്. സൈഡിലുള്ള കോൺക്രീറ്റിൻ്റെ കോർണിഷ് കളയാതെ തന്നെ ഡിസൈൻ ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ നമ്മൾ കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്ത് സൈഡിൽ നിന്ന് 40 സെൻറ്റിമീറ്റർ നീങ്ങി ഒരു കോവ് കൊടുത്തു. സെൻറ്ററിൽ ഒരു ഫാൻ ഇടാനുള്ള സ്പേസിൽ അവിടെയും ഒരു കോവ് ലൈറ്റ് കൊടുത്തു. ഒരു 4 COBക്കുള്ള പോയിൻറ്റും പ്ലാൻ ചെയ്തു. ഓൾറെഡി അവിടെ ട്യൂബ് ലൈറ്റ് അവർ യൂസ് ചെയ്യുന്ന കാരണം അത്രയും ലൈറ്റ് മതിയാവും അവിടെ. അങ്ങനെ നമ്മൾ പണി തുടങ്ങി. 1.5 അടിക്ക് സെക്ഷൻ ചാനലിട്ട് ഇൻട്രോ 1 മീറ്ററിലും ഫിക്സ് ചെയ്ത് ചാനൽ വർക്ക് കംപ്ലീറ്റ് ചെയ്തു. കോർണർ ഭാഗത്തുള്ള പില്ലർ മേലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു. ഇലക്ട്രിക്കൽ വർക്ക് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ബോർഡ് വർക്ക് സ്റ്റാർട്ട് ചെയ്തത്. 13 വർഷമായി എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന പണിക്കാരാണ് അവർ. ഡ്രോയിങ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവർ നോക്കിക്കോളും. പ്രത്യേകിച്ച് ആ റൗണ്ടിലുള്ള ഫിനിഷിംഗ് ഒക്കെ നോക്കൂ. ജിപ്സത്തിൽ സാധാരണ റൗണ്ട് ഉണ്ടാക്കിയെടുക്കുമ്പോൾ സൈഡിൽ ഓരോ കട്ടിങ് ഷേപ്പുകൾ വരാറുണ്ട്. ഇതൊന്നുമില്ലാതെ വളരെ പെർഫെക്റ്റായി ഓരോ ഇഞ്ചും വളരെ സൂക്ഷ്മതയോട് കൂടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. കോർണറിലെല്ലാം ഫൈബർ ടേപ്പ് വെച്ച് ജോയിൻറ്റ് ടേപ്പ് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഇവിടെ നല്ല വാം ഷെയ്ഡിലുള്ള COBയും അതുപോലെ സ്ട്രിപ്പ് ലൈറ്റുമാണ് ഇടാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ലിവിങ് റൂമിലും ഡൈനിങ് റൂമിലൊക്കെ എപ്പോഴും വാം ഷെയ്ഡിലുള്ള ലൈറ്റുകളാണ് അതിന് കൂടുതൽ ഭംഗിയുള്ളതാക്കുക.